അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്ന് പുതിയൊരു ആത്മീയ മുന്നേറ്റത്തിന്റെ ഉണർവിന്റെ വാർത്ത പുറത്തേക്ക് വരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആത്മീയ സമ്മേളനത്തിന് വേണ്ടി ഒന്നിച്ചുകൂടുന്നു. ആ കൂട്ടത്തിൽ നിരവധി പേർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അതേ സമ്മേളനത്തിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന താൽക്കാലിക സ്നാനത്തൊട്ടികളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് സ്നാനപ്പെടുന്നു. അത്ഭുതകരമായ കാഴ്ചകളും വാർത്തകളുമാണ് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന വലിയ ആത്മീയ സമ്മേളനത്തിൽ 6500-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഈ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ 2000-ഓളം പേർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ആ മീറ്റിംഗിൽ വെച്ച് സ്വീകരിക്കുകയും തുടർന്ന് നടന്ന സ്നാന ശുശ്രൂഷയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് സ്നാനമേറ്റ് യേശുവിനെ ജലത്തിൽ സാക്ഷിച്ചു. ഒരു വർഷം മുൻപ് മാത്രം ആരംഭിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന യുണൈറ്റ് അസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഈ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2024 മാത്രം നിരവധി സമ്മേളനങ്ങളിലൂടെ 70,000-ഓളം വിദ്യാർത്ഥികളാണ് ഇവരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തത്. അതിൽ തന്നെ 2000-ലധികം വിദ്യാർത്ഥികൾ സ്നാനമേറ്റ് തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തി എന്നുള്ളതും വലിയൊരു ആത്മീയ മുന്നേറ്റത്തിന്റെ തുടക്കമായി ഈ പ്രസ്ഥാനം മാറുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. 2025 ഇതിനകം 2 സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. രണ്ടാമത്തെ സമ്മേളനമായിരുന്നു ഒഹായോയിൽ കഴിഞ്ഞയാഴ്ച നടന്നത്. ഒഹായോയിൽ നടന്ന ഈ സമ്മേളനത്തിന്റെ ഒടുവിൽ അതിശൈത്യമുള്ള ഈ കാലാവസ്ഥയിൽ തണുത്തുറഞ്ഞ വെള്ളത്തിൽ തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് വിദ്യാർത്ഥികൾ ക്യൂ നിൽക്കുന്ന കാഴ്ച അത്ഭുതാവഹമാണ്. ഒഹായോയിൽ നടന്ന ഈ വിദ്യാർത്ഥി സമ്മേളനത്തെക്കുറിച്ചും അവിടെ നടന്ന ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും യുണൈറ്റഡ് അസിന്റെ സ്ഥാപകയായ ടോണിയ പ്രിവറ്റ് ഇപ്രകാരം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറിച്ചു. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു അത്ഭുത രാത്രിയായിരുന്നു അത്. ഏകദേശം 2000 വിദ്യാർത്ഥികൾ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ തീരുമാനിച്ചു. കോളേജ് ക്യാമ്പസുകളിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. തൊട്ട് തലയാഴ്ചയിൽ കെൻഡക്കി സംസ്ഥാനത്ത് നടന്ന ഇതുപോലൊരു വിദ്യാർത്ഥി സമ്മേളനത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. 8000-ഓളം വിദ്യാർത്ഥികൾ അവിടെ ഒന്നിച്ചുകൂടുകയും 2000-ലധികം വിദ്യാർത്ഥികൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. എന്താണ് അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആത്മീയ മുന്നേറ്റം ഇപ്പോൾ യുവജനങ്ങൾക്കിടയിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്? 2 വർഷം മുൻപ്, അതായത് 2023 ഫെബ്രുവരി മാസത്തിലാണ് ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു ആത്മീയ ഉണർവുണ്ടാകുന്നത്. അവിടെ സാധാരണ ചാപ്പൽ സർവീസിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒന്നിച്ച് കോളേജ് ക്യാമ്പസിൽ കൂടുമ്പോൾ ആ മീറ്റിംഗ് നിർത്താനാവാത്ത വിധം വലിയ ആത്മപ്രവാഹത്തിലേക്ക് അത് നയിക്കപ്പെടുകയും വിദ്യാർത്ഥികൾ പശ്ചാത്താപ വിവശരായി പാപങ്ങൾ ഏറ്റുപറയുകയും ഒക്കെ ചെയ്ത് ആ സമ്മേളനങ്ങൾ തുടർമാനമായി ദിവസങ്ങളോളം നീണ്ടുനിന്നത് വലിയ വാർത്തയായിരുന്നു. ആസ്ബറിയിൽ നടന്ന ഈ ആത്മീയ ഉണർവിന്റെ ഒരു പിന്തുടർച്ചയായിട്ട് വേണം ഇപ്പോൾ യുണൈറ്റ് അസ് എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ആത്മീയ മുന്നേറ്റം. എന്നാൽ ആസ്ബറിയിൽ നടന്ന ഉണർവ് പ്രീ പ്ലാനിംഗ് ഇല്ലാതെ സ്വാഭാവികമായി സംഭവിച്ച ഒരു ഉണർവായിരുന്നു. അതിന് കാര്യമായ തുടർച്ചകളും ഉണ്ടായില്ല. ചില ദിവസങ്ങളിലേക്ക് അത് നീണ്ടു നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ആ ഉണർവ് ലോക ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ ഉണർവ് കാണുവാനും അതിൽ പങ്കാളികളാകുവാനായിട്ട് ആസ്ബറിയിലേക്ക് ഒഴുകിയെത്തുകയും അതിരാവിലെ 4 മണിക്ക് 3 മണിക്ക് ഒക്കെ അവർ കാത്തു നിന്ന് ക്യൂ നിന്ന് ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതും അന്ന് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ആ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ അന്ന് അവിടെ നടന്ന ഉണർവിന്റെ ഒരു പിന്തുടർച്ചയായി ഇപ്പോൾ യുണൈറ്റ് അസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമ്മേളനങ്ങൾ വലിയ മാറ്റമാണ് കോളേജ് ക്യാമ്പസുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യുവജനങ്ങൾക്കിടയിൽ വലിയ ആത്മീയ മുന്നേറ്റം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അവരുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി അവിടെ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ട്രക്കുകളുടെ പുറകിൽ ക്രമീകരിച്ചിരിക്കുന്ന
സ്നാനത്തൊട്ടികളിൽ കൂട്ടമായി സ്നാനപ്പെടുവാനായിട്ട് തയ്യാറാകുന്നു. ഇത് ഒരു പുതിയ പ്രതിഭാസമാണ്, പുതിയൊരു മുന്നേറ്റമാണ്. അമേരിക്കയിൽ ഉടനീളം ക്യാമ്പസുകളിൽ വലിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് യുണൈറ്റ് അസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. ടോണിയ പ്രിവറ്റ് എന്ന് പറയുന്ന ഒരു സുവിശേഷക, യുവ സുവിശേഷകയ്ക്ക് ദൈവം നൽകിയ ഒരു ദർശനത്തിൽ നിന്നാണ് ഈ സമ്മേളനങ്ങളുടെ തുടക്കമായി മാറുന്നത്. അവർ തന്നെ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ആസ്ബറി ഉണർവിന് ശേഷം അതിൽ പങ്കെടുത്ത ടോണിയ പ്രിവറ്റിന് ഒരു ദൈവിക ദർശനം ഉണ്ടാകുന്നു. ആ ദർശനത്തിൽ ഒരു വലിയ അരീനയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒന്നിച്ചു കൂടുന്നതും അതിനെ തുടർന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഒന്നിച്ച് സ്നാനപ്പെടുന്നതിൻ്റെതുമായ ഒരു ദർശനം അവർ കാണുന്നു. ആ ദർശനം അവർ തൻ്റെ പാസ്റ്ററോടും മറ്റ് പല ദൈവദാസന്മാരോടും ഷെയർ ചെയ്യുന്നു. അവരുടെ തുടർന്നുള്ള പ്രാർത്ഥനകളുടെയും ആലോചനകളുടെയും പരിണിത ഫലമായിട്ടാണ് യുണൈറ്റ് അസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനവും ഇതുപോലെയുള്ള സമ്മേളനങ്ങളും ഉടലെടുക്കുന്നത്. ടോണിയ പ്രിവറ്റിന് ഉണ്ടായ ഈ ദർശനത്തെ തുടർന്ന് 6 ആഴ്ചയ്ക്കകം ആദ്യ യുണൈറ്റ് അസ് സമ്മേളനത്തിന് അവർ തുടക്കം കുറിച്ചു. തൻ്റെ സ്വദേശമായ അലബാമയിലെ ഓബേൺ സർവകലാശാലയിൽ നെവീൻ അരീനയിലാണ് ആദ്യത്തെ സമ്മേളനത്തിന് വേദിയാക്കി മാറ്റിയത്. ഈ ആദ്യ സമ്മേളനത്തിൽ 5000-ലധികം വിദ്യാർത്ഥികൾ ഒന്നിച്ചുകൂടുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്തു. ആ സമ്മേളനത്തിന്റെ ഒടുവിൽ 200ഓളം വിദ്യാർത്ഥികൾ സ്നാനജലത്തിലേക്ക് ഇറങ്ങുകയും അവിടെ സമീപമുള്ള ഒരു തടാകത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അതിനെ തുടർന്നാണ് രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളെ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളെ ഇളക്കി മറിക്കുന്ന ഒരു ആത്മീയ മുന്നേറ്റമായി യുണൈറ്റ് അസ് എന്ന ഈ പ്രസ്ഥാനം മാറുന്നത്. ടോണിയ പ്രിവറ്റ് ഈ സമ്മേളനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഈ സമ്മേളനങ്ങൾക്കുള്ളത്. 1, രക്ഷയിലേക്ക് യുവജനങ്ങളെ നയിക്കുക എന്നുള്ളത്. യേശുക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമയിലേക്കും രക്ഷാനിർണയ അനുഭവത്തിലേക്കും യുവജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് യുവജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. വലിയൊരു അടിമത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, പാപബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യുവ സമൂഹത്തെ ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തേത്. 3-ാമത്തെ ലക്ഷ്യമായി അവർ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്ന ഈ വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു സഭാ സമൂഹവുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കി അവരെ മാറ്റുകയും ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 3-ാമത്തെ ലക്ഷ്യം. ഏതായാലും അമേരിക്കയിൽ ഉടനീളം കോളേജ് ക്യാമ്പസുകളിൽ തുടർമാനമായ വലിയ സമ്മേളനങ്ങൾ നടത്തുകയും വിദ്യാർത്ഥികളെ അതിലേക്ക് ആകർഷിച്ച് യേശുക്രിസ്തുവിന്റെ വചനങ്ങളിലേക്കും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്കും സഭാ കൂട്ടായ്മയിലേക്കും അടുപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ ഉടനീളം അംഗീകാരമുള്ള യുവ പ്രസംഗകനായ ജൊനാഥാൻ പൊക്ലൂഡ ഈ സമ്മേളനങ്ങളിൽ തുടക്കം മുതൽ പങ്കാളിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു: അമേരിക്കയിലെ ക്യാമ്പസുകൾ ഉണർവിനെ ഗർഭം ധരിച്ചിരിക്കുന്നു.